പറഞ്ഞിട്ടുണ്ട് മര്യാദ ഇരിക്കണമെന്ന്. അളിയ 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 അളിയന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഈ ട്രിപ്പ് ഒന്നില്ലേ അളിയന്റെ അളിയനല്ലേ അളിയ ഞാൻ. ഇതുകൊണ്ടാണ് ഞാൻ ആരുടെ മിണ്ടാത്ത. കണ്ടല്ലേ എന്റെ ചായം പോയി. അളിയനെ വേണമെങ്കിൽ 2, 3, 4, 5 ചായ ഞാൻ മേടിച്ചു തരാം. അളിയ നടങ്ങ്. നിങ്ങൾ വിളിച്ച ട്രിപ്പ് തന്നെ. എന്നാ പിന്നെ മര്യാദയ്ക്ക് വണ്ടി കയറി ചെല്ലു. ഇനി ഇവർ അളിയനും കൂടെ അടിയാവോ എന്തോ. ഞാൻ പറഞ്ഞ ചേട്ടൻ ഞാൻ കൊണ്ട് വരണ്ടെന്ന്. അതല്ലേലും അങ്ങനെ തന്നെ അയാളൂടെ പോയ ഓരോരോ വള്ളി പിടിക്കാൻ. മതി ബാക്കിയറ്. തോകടന്ന് വിളിക്കുന്നു. ഇയാളാരാ ഹിറ്റ്ലർ? ഇതുകൊണ്ടാ നിന്റെ കൂടെ ഒക്കെ എങ്ങും വരാത്ത. കണ്ടില്ലേ നടുറോട്ടീശ്വരന്ന് കാണിക്കുന്നേ. വൃത്തികേട്. അതിനെന്തോ ചേട്ടാ, അവര് കല്യാണം കഴിഞ്ഞവരല്ലേ. ആദ്യം നിന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി. ഇവിടുമാരുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞുള്ള ഈ ആമ്പിളാറുള്ള സ്ഥലത്ത് വന്ന് നിൽക്കല്ലേ എന്ന്. ചേട്ടാ ഈ കുതിരയ്ക്ക് എത്ര രൂപ? കുതിരയല്ല മനീത്ത ഒട്ടാക്കുക. ആ എനിക്കറിയാം, ലാമാരെ ഡൗട്ട് പറഞ്ഞപ്പോ ചോദിച്ച. എടി നോക്കി നോക്കി നോക്കി. ഇവിടെ ആരെയും കിടന്ന് വിളിക്കുന്നേ? എന്തായാലും കൈയോടെ പോക്കണം. എന്തായാലും പെട്ടെന്ന് ഇറങ്ങണം. വൈകിട്ട് എനിക്ക് പശുവിനെ കൊടുത്തേക്കുള്ളത്. എന്തോ ഏട്ടാ ഇപ്പൊ അങ്ങോട്ട് വന്നല്ലേ ഉള്ളു, പിന്നെ എന്തിനാ ഈ ട്രിപ്പിന് വന്നത്? അളിയനും അവക്കൂടെ ട്രിപ്പ് ആഗ്രഹം ഉണ്ടെങ്കിലേ അവര് തമ്മിൽ പോട്ടെ. നീയൊക്കെ രണ്ടോടെ തന്നെ ചാടിക്കറി വന്നേ. അതിലിപ്പോ ഞാനിവിടെ വന്നിരിക്കേണ്ട അവസ്ഥ വന്നേ. എന്റെ പൊന്നി ചേട്ടൻ ഒന്ന് പതുക്കെ പറ. അവര് കേട്ടാ തന്നെ എന്തോ വിചാരിക്കും. അല്ല ചേട്ടന്റെ സ്വഭാവം എന്താ ഇങ്ങനെ ഒരുമാതിരി? സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അല്ലല്ലോ എന്നെ ആരും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. മര്യാദയ്ക്ക് പെട്ടെന്ന് ഇറങ്ങ്, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. രാവിലെ തന്നെ ഇയാൾ തുടങ്ങിയല്ലേ. എന്തോ പറ്റിയടി, രാവിലെ തുടങ്ങിയാ? അയാളെ പശു ആണ്ട് പെറാൻ കിടക്കുന്ന പെട്ടെന്ന് ഒരുങ്ങും, നമുക്ക് പോവാം. ഇയാൾ എന്തൊരു മോരുടെ സ്വഭാവം. എന്തിനാന്നോ അയാള് വന്നെങ്കിൽ അങ്ങ് ഒരു കാര്യമില്ല. ചേച്ചി ചേട്ടൻ എന്തൊരു സ്വഭാവം. ഇപ്പൊ വീട്ടിൽ പോണെന്നും പറഞ്ഞ് നിൽക്കുന്നു. ഞങ്ങളിപ്പോ ഇവിടെ വന്നേല്ലേ ഉള്ളൂ. ഈ സ്വഭാവത്തിന് സത്യം പറഞ്ഞാൽ അയാൾക്ക് ഒരു പെണ്ണ് പോലും കിട്ടത്തില്ല. ഉള്ള കാര്യം പറയാനല്ലേ. എങ്ങനെയെങ്കിലും ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ അവനോട് പറയരുത്. ഇന്നലെ ആണെങ്കിൽ അജീഷേട്ട എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അവൻ്റെ ഈ സ്വഭാവം മാറണമെങ്കിൽ അവന് 2 എന്തായാലും കിട്ടണമെന്ന്. പിന്നെ അവൻ പാവമല്ലൂടി, പതുക്കെ അങ്ങ് മാറിക്കൊള്ളുമായിരിക്കും. അല്ലല്ലേ പണ്ടോട്ടെ ചേച്ചിയുടെ അനിയന്റെ അടുത്ത് തന്നെ സ്നേഹം. ഞങ്ങള് ചേച്ചിയുടെ അനിത്യമാര് തന്നെയല്ലേ. എനിക്ക് നിങ്ങൾ 3 പേരും ഒരേ കണക്ക് തന്നെ. പിന്നെ എന്നെ ആദ്യമായിട്ട് ചേച്ചി എന്ന് വിളിച്ചത് അവനല്ലേ. അതിന്റെ ഒരു കൊഞ്ചലും സ്നേഹമൊക്കെ അവനോട് ഇച്ചിരി ഒന്ന് കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും ചേച്ചിയെ ചേട്ടനെ വഷളാക്കുന്നതിന്. ചേച്ചി ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. ചേട്ടൻ ചോദിച്ചാ ഞങ്ങൾ അങ്ങോട്ടെല്ലാം പോയെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ വരുമെന്ന് പറഞ്ഞേക്കേട്ടാ. വടി പാടില്ല, പെട്ടെന്ന് വരാം കേട്ടോ. അതെ നിങ്ങൾ പെട്ടെന്ന് വരുമോ? നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത സ്ഥലവാ. ഈ പിള്ളേര് അവനെങ്ങാനും അറിഞ്ഞ കൊല്ലുകയും ചെയ്യും. സത്യം പറഞ്ഞ ചേട്ട എല്ലാത്തോണ്ടൊരു സമാധാനം ഉണ്ടല്ലേ. നമ്മള് കൊറേ ദൂരം ഇനി വന്നില്ലേ. എപ്പൊ പോവാനാണോ എന്തോ. നമുക്ക് എങ്ങനെങ്കിലും പെട്ടെന്ന് അവനെ പിടിച്ച് കെട്ടിക്കണം. അതാകുമ്പോ അവന്റെ ശല്യം കാണത്തില്ല നമുക്ക്. എന്റെയും പ്ലാനിങ് അതാ. കെട്ടി കഴിഞ്ഞാൽ അവൾ അവനെ മാറ്റിയെടുത്തോളൂ. അതെ എന്താ ഇവിടെ നിൽക്കുന്നേ? എവിടെങ്കിലും കൊണ്ടാക്കണോ?